നമ്മുടെയൊക്കെ ഫോണിലിരിക്കുന്ന കോൾ ബട്ടണും കോൺടാക്റ്റും ഒക്കെ ലോക്ക് ചെയ്തിടുക എന്നത് പ്രായോഗികമല്ല. കാരണം ഒരു അത്യാവശ്യ ഘട്ടത്തിൽ കോൾ വരുമ്പോഴും കോൾ വിളിക്കുമ്പോഴും ഒക്കെ ഈ പാസ്വേഡ് എൻ്റർ ചെയ്യുക എന്നുള്ള പരിപാടിയൊക്കെ പ്രായോഗികമായ കാര്യമല്ല. പക്ഷേ ഇത് ലോക്ക് ചെയ്തിട്ടില്ല എങ്കിലുള്ള ബുദ്ധിമുട്ട് എന്തെന്നാൽ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ആർക്കെങ്കിലും നമ്മൾ കോൾ ചെയ്യാൻ ഫോൺ കൊടുത്തു കഴിഞ്ഞാൽ അവരവരുടെ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ റിലേറ്റഡ് ആയിട്ട് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലിരിക്കുന്ന ആൾക്കാരുടെ നമ്പറൊക്കെ ഇതുപോലെ കാണിക്കുന്നതാണ്. അതുമാത്രമല്ല ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഫോണിൽ നിന്ന് കോൺടാക്റ്റും വിവരങ്ങളും ഒക്കെ ശേഖരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനെ തരണം ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റിൽ നിന്ന് ആരുടെയൊക്കെ നമ്പറാണ് മറച്ചു വെക്കേണ്ടത് അത് മറ്റാർക്കും ലഭിക്കാത്ത രീതിയിൽ കോൺടാക്റ്റിനകത്ത് നിങ്ങൾക്ക് മറച്ചു വെക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അവരെ വിളിക്കാനും മെസ്സേജ് അയക്കാനും എന്തിന് വാട്സപ്പിനകത്ത് മെസ്സേജ് അയക്കാൻ പോലും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു വെബ്സൈറ്റ് ഓണായി കിട്ടും. സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാൽ ഡൗൺലോഡ് ദി ആപ്പ് എന്ന് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ഫോൺ നമ്പർ ഹൈഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ കോൺടാക്ട് ലിസ്റ്റിൽ FTM ക്രിയേഷൻ്റെ നമ്പർ ഉണ്ട്. അതൊരു എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഈ നമ്പർ ആർക്ക് വേണമെങ്കിലും എൻ്റെ കോൺടാക്റ്റിൽ നിന്ന് എടുക്കാൻ പറ്റും. നമ്പർ കാണും. അതുപോലെ തന്നെ സെർച്ച് ചെയ്തിട്ടുമൊക്കെ ഈ നമ്പർ ആർക്ക് വേണമെങ്കിലും നോക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഞാനിത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മറച്ച് കാണിച്ചു തരാം. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ആദ്യം തന്നെ പാസ്വേഡ് സെറ്റ് ചെയ്യാനുണ്ട്. 3 തരത്തിൽ ഇത് നമുക്ക് ലോക്ക് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഒന്ന് കാൽക്കുലേറ്റർ ഉപയോഗിച്ച്, മറ്റൊന്ന് പാറ്റേൺ ലോക്ക്, മൂന്നാമത് നമ്പർ പാസ്വേഡ്. നിങ്ങൾക്ക് ഏതാണ് സൗകര്യപ്രദം അത് തിരഞ്ഞെടുക്കുക. എനിക്ക് പാറ്റേൺ ആണ് സൗകര്യപ്രദം, ഞാനത് സെലക്ട് ചെയ്തു. അപ്പോൾ പുതിയൊരു പാറ്റേൺ ലോക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അത് 2 തവണ ചെയ്യണം. നിങ്ങൾക്ക് എങ്ങനെ ചെയ്താലാണ് ഇത് അൺലോക്ക് ആകേണ്ടത് ആ പാറ്റേൺ ലോക്ക് കൊടുക്കാം. ശേഷം നിങ്ങൾക്ക് ഒരു ഇമെയിൽ ID കൊടുക്കേണ്ട ഓപ്ഷൻ വരും. നിങ്ങളുടെ ഒറിജിനൽ ഇമെയിൽ ID തന്നെ കൊടുക്കണം. കാരണം പാസ്വേഡൊക്കെ മറന്നു പോയി കഴിഞ്ഞാൽ ആ ഫോൺ നമ്പർ തിരിച്ച് കിട്ടണമെങ്കിൽ റീസെറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒറിജിനൽ ഇമെയിൽ ID കൊടുത്തതിന് ശേഷം താഴെയുള്ള ഫൈനലൈസ് എന്ന് പറയുന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കോൺടാക്റ്റ് പെർമിഷൻ കൊടുക്കേണ്ട പോപ്പപ്പ് വരും. അത് ഓക്കെ കൊടുത്താൽ പെർമിഷൻ അലോ കൊടുക്കേണ്ട ഓപ്ഷൻ വരും. അലോ കൊടുക്കുന്നതോടുകൂടി നിങ്ങളുടെ ഫോണിൽ ഇരിക്കുന്ന മുഴുവൻ കോൺടാക്റ്റും ഇതുപോലെ കാണിക്കുന്നതാണ്. അതിൻ്റെയൊക്കെ വലതുഭാഗത്ത് നിങ്ങൾക്കൊരു കണ്ണിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കുന്നതാണ്. അതുപയോഗിച്ചിട്ടാണ് നമുക്ക് ഹൈഡ് ചെയ്യേണ്ടത്. ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ഫോൺ നമ്പറാണ് ഹൈഡ് ചെയ്യേണ്ടത്? ഞാനിപ്പോൾ FTM ക്രിയേഷൻ്റെ തന്നെയാണ് ഹൈഡ് ചെയ്യുന്നത്. ഹൈഡ് ചെയ്യേണ്ട കോൺടാക്റ്റിൻ്റെ വലതുഭാഗത്തുള്ള കണ്ണിൻ്റെ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ കൊടുക്കുന്നതോടെ അത് നമ്മുടെ ലിസ്റ്റിൽ നിന്ന് മാഞ്ഞു പോകുന്നത് കാണാം. ഇനി ആ ഒരു കോൺടാക്റ്റ് ലഭിക്കണമെങ്കിൽ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്. അതിനകത്താണ് ഉണ്ടാകുക. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇതാ ഇവിടെ സുരക്ഷിതമായി നമ്പർ ഉണ്ട്. ഇനി ഞാൻ എൻ്റെ കോൺടാക്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാ കോൺടാക്റ്റിനകത്ത് ഇതാ ഇവിടെയാണ് FTM ക്രിയേഷൻ്റെ കോൺടാക്റ്റ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ എൻ്റെ കോൺടാക്റ്റ് ലിസ്റ്റിൽ നിന്ന് മാഞ്ഞു പോയിട്ടുണ്ട്. ഇനി സെർച്ച് ചെയ്താലും കോൺടാക്റ്റ് എടുത്താലും ഏത് രീതിയിൽ ശ്രമിച്ചാലും ആർക്കും ആ കോൺടാക്റ്റ് ലഭിക്കുന്നതല്ല. ഇനി നിങ്ങൾക്ക് ആ കോൺടാക്റ്റ് ആവശ്യമുള്ള ഘട്ടത്തിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പാസ്വേഡ് എന്താണ് അത് കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകും. എന്നിട്ട് രണ്ടാമത്തെ ഓപ്ഷനകത്താണല്ലോ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ ഇതിനകത്ത് സേഫ് ആയിട്ടുണ്ടാകും. അത് ഓപ്പൺ ചെയ്താൽ അകത്ത് നിങ്ങൾക്ക് കോൾ ബട്ടൺ കാണാൻ സാധിക്കുന്നതാണ്. കോൾ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ആ ഫോൺ നമ്പർ നമ്മുടെ ഡയൽ പാഡിലേക്ക് വരും. എന്നിട്ട് കോൾ ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഒളിപ്പിച്ച് വെച്ച നമ്പറിലേക്ക് നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് നിന്ന് തന്നെ ഡയറക്റ്റ് വാട്സപ്പിലൂടെയും മെസ്സേജ് അയക്കാനും ഒക്കെ ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമ്പർ ഡിലീറ്റ് ചെയ്യാം. അതുപോലെ ഏറ്റവും താഴെ റീസ്റ്റോർ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ആ ഫോൺ നമ്പർ വീണ്ടും നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലേക്ക് തന്നെ പോകുന്നതാണ്. അങ്ങനെ റീസ്റ്റോർ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് എത്ര ഫോൺ നമ്പർ വേണമെങ്കിലും ഇതിനകത്ത് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.